പള്ളികളിലെ ഹിന്ദുത്വർക്ക് എന്തു കാര്യം? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ചരിത്രത്തിന്റെ ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉന്നയിച്ച് കോടതിയെപ്പോലും കൂട്ടുപിടിച്ച് രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ തകർക്കുകയെന്ന സംഘപരിവാറിന്റെ കുടിലബുദ്ധിയാണ് ഷാഹി ജുമാ മസ്ജിദ് തർക്കം. ബാബരി മസ്ജിദ് എന്ന പോലെ രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയെല്ലാം തർക്കപ്രശ്നമാക്കാനും തകർക്കാനുമുള്ള ആസൂത്രിത നീക്കമാണിത്. 464 വർഷത്തോളം അയോധ്യയിലെ മുസ്ലിംകൾ ആരാധന നടത്തിയ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് 32 വർഷങ്ങൾ പിന്നിടുകയാണ്. ബാബരി മസ്ജിദ് തകർച്ചയുടെ 3 ദശകം പിന്നിടുമ്പോൾ മസ്ജിദ് ധ്വംസനത്തിന്റെ ഉന്മാദം പിടിപെട്ടവര് രാജ്യമെമ്പാടും അഴിഞ്ഞാടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീതിപീഠവും സർക്കാർ സംവിധാനങ്ങളും നിയമപാലകരും അപരമവിദ്വേഷത്തിന്റെ ഉന്മാദം പിടിപെട്ട കാവിപ്പടക്കൊപ്പം ചേർന്ന് പ്രതിഷേധിക്കുന്നവർക്കെതിരെ വെടിയുണ്ടകളുതിർക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. നവംബർ 24 ഉത്തർപ്രദേശിലെ സംബലില് പ്രതിഷേധിച്ചവരെ വെടിവെച്ചുകൊന്നാണ് പോലീസ് സർവേ നടപടികൾക്ക് സംരക്ഷണം കൊടുത്തത്. അജ്മീർ ദർഗയിലും ഡൽഹി ജുമാ മസ്ജിദിലും തർക്കവും അവകാശവാദവും ഉന്നയിച്ച് ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ തകർക്കലുകൾക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സംഘപരിവാര്. വിഎച്ച്പിയുടെ വാഷിംഗ്ടൺ സമ്മേളനത്തില് വെച്ചാണ് ഇന്ത്യയില് 3000 ഹൈന്ദവ ആരാധനാലയങ്ങള് മുസ്ലിംകള് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലായി കൈയടക്കിയിട്ടുണ്ടെന്നും അത് തിരിച്ചുപിടിക്കണമെന്നുമുള്ള അജണ്ട തയ്യാറാക്കപ്പെടുന്നത്. മധ്യകാലഘട്ടത്തെ രക്തപങ്കിലമാക്കിയ കുരിശുയുദ്ധങ്ങൾക്ക് സമാനമായ ആരാധനാലയ തർക്കങ്ങളുടെ ഉന്മാദങ്ങളിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തള്ളിവിടാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു ഇത്. CIA വിദഗ്ധരും പെന്റഗണിന്റെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഉന്നതരും ഉൾക്കൊള്ളുന്ന കാർണഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന അമേരിക്കൻ കോർപ്പറേറ്റ് ഫൗണ്ടേഷനാണ് തർക്ക പ്രശ്നമാക്കി ഉയർത്താനുള്ള 3000-ഓളം ആരാധനാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. വിഎച്ച്പിയുടെ വാഷിംഗ്ടൺ സമ്മേളനത്തിലെ മുഖ്യപ്രമേയമായി വന്നത് ബാബരി മസ്ജിദ് തൊട്ടുള്ള ആരാധനാലയ തർക്കങ്ങളിലൂടെ ഇന്ത്യൻ സമൂഹത്തിന്റെ സെക്യുലർ ഘടനയെ തകർക്കണമെന്നും ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയിലുള്ള അതിന്റെ അസ്തിത്വത്തെ അസ്ഥിരീകരിക്കണമെന്നുമായിരുന്നു. അതുവഴിയെ ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കാരത്തിന്റെ വഴിയിലേക്ക് തിരിയാന് കഴിയൂവെന്നാണ് സംഘപരിവാര് ചിന്തിച്ചത്. അതിന് കഴിയുന്ന രീതിയില് മിലിറ്റന്റ് ഹിന്ദുയിസത്തെ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വളർത്തിയെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുൻ സൈനികോദ്യോഗസ്ഥരെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാരവാഹികളാക്കാനുള്ള തീരുമാനമുണ്ടായത്. ഈയൊരു സാഹചര്യത്തിലാണ് വാഷിംഗ്ടൺ സമ്മേളനം അശോക് സിംഗളിനെ വിഎച്ച്പിയുടെ തലവനാക്കിയത്. നാനാത്വത്തില് ഏകത്വമെന്ന ഇന്ത്യയുടെ ഐക്യത്തിന്റെയും ഇന്ത്യന് രാഷ്ട്രഘടനയുടെ ശക്തിസ്വഭാവമായ മതനിരപേക്ഷതയുടെയും ശവക്കുഴി തീർക്കുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വവാദികൾ ആരാധനാലയ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് ഇന്ത്യന് ഭരണവർഗങ്ങളുടെ സവർണ ഹൈന്ദവ താൽപര്യങ്ങളിലധിഷ്ഠിതമായ രാഷ്ട്രീയ അജണ്ടയായിരുന്നുവെന്ന് കാണാതെ പോകരുത്. ബാബരി മസ്ജിദ് തകർത്തതിന് സമാനമായി മറ്റൊരു സംഭവവും ഒരുപക്ഷേ ഇന്ത്യയിലെന്നല്ല ലോകത്തൊരിടത്തും കാണാന് കഴിയില്ല. ഭരണകൂട സംവിധാനങ്ങളാകെ കർസേവകർക്കൊപ്പം നിൽക്കുകയായിരുന്നു. 1992 ഡിസംബർ 6 അയോധ്യയിലെ കാവ്യഭീകരത അഴിഞ്ഞാടിയപ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനവും ഭരണനിർവഹണോപാധികളും നിയമനിർമ്മാണ സഭകളും പ്രഖ്യാപിതമായ എല്ലാ മൂല്യങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് നിസ്സംഗമായി നോക്കി നിൽക്കുകയായിരുന്നു. നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും അപരാധപൂർണമായ നിസ്സംഗതയും ഒത്തുകളിയുമാണ് ബാബരി മസ്ജിദിന്റെ കാര്യത്തില് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബിജെപി നേതാവ് അഡ്വാനി 1991 ജനുവരി മാസത്തില് അമേരിക്ക സന്ദർശിച്ചപ്പോൾ കാർണഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന്റെ ഉന്നതരുമായി 4 മണിക്കൂറാണ് അടഞ്ഞവാതില് ചർച്ച നടത്തിയത്. അമേരിക്കയിലെ പ്രമുഖ സൈനിക വിദഗ്ധര്, നയരൂപവത്കരണ വിദഗ്ധര്, പത്രപ്രവർത്തകര്, ബഹുരാഷ്ട്ര കുത്തകകളുടെ ഡയറക്ടർമാര്, വൈറ്റ് ഹൌസിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥര് തുടങ്ങിയവരും CIAയുടെ ചിന്താസംഭരണികളുമാണ് അഡ്വാനിയുമായി ചർച്ച നടത്തിയത്. റാവുവിന്റെ പരിഷ്കാരങ്ങളെ അമേരിക്ക അഭിലഷിക്കുന്ന രീതിയില് നടപ്പാക്കാന് പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും തങ്ങൾക്കുണ്ടെന്നാണ് അഡ്വാനി ഈ അമേരിക്കന് വിദഗ്ധരുമായുള്ള ചർച്ചകൾക്ക് ശേഷം വ്യക്തമാക്കിയത്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ ഓരോ ഘട്ടവും തീരുമാനിച്ചത് CIA വിദഗ്ധന്മാരും കാർണഗിയിലെ ഉദ്യോഗസ്ഥരുമായിരുന്നു. 1992 ഡിസംബർ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാർണഗിയിലെ ഇന്ത്യന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദഗ്ധന് ഡോക്ടർ ക്രിസ്ബർഗ് ഇന്ത്യയിലെ എത്തിയിരുന്നു. ഒരു റിസർച്ച് സ്കോളറുടെ വിസയിലെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സംഘപരിവാര സംഘടനകളുടെ ഒറ്റക്കും സംയുക്തവുമായുള്ള നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തതായി നമ്മുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്നുണ്ടായ വിക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം സംഘപരിവാറിനകത്തും പടലപ്പിണക്കം സൃഷ്ടിച്ചു. UP മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര CIA ഏജന്റാണെന്ന ആരോപണം സംഘപരിവാര കേന്ദ്രങ്ങളിൽ തന്നെ വിഭ്രാന്തി സൃഷ്ടിച്ചു. ചില മാധ്യമങ്ങൾ ഉന്നത CIA ഉദ്യോഗസ്ഥരുമായി നൃപേന്ദ്ര മിശ്ര നടത്തിയ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കൃത്യമായ തെളിവുകളോടെ പുറത്തുകൊണ്ടുവന്നു. ഇയാള് രഹസ്യ കേന്ദ്രങ്ങളില് വെച്ച് CIAയുമായി ഗൂഢാലോചന നടത്തിയതും ഡിസംബർ 6 മുമ്പ് തന്നെ ഭരണസംവിധാനം ഉപയോഗിച്ച് പള്ളിപൊളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും പുറത്തുവന്നു. ഇതോടെ കല്യാൺ സിംഗിന് മുഖം രക്ഷിക്കാനായി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നൃപേന്ദ്ര മിശ്രയെ ഒഴിവാക്കേണ്ടിവന്നു.
ഇതെല്ലാം തന്നെ സംഘ്പരിവാറിന് പിറകിൽ നിന്നുകൊണ്ട് സിഐഎയും അമേരിക്കൻ ഏജൻസികളും നടത്തിയ ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനകളെയാണ് അനാവരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യന് മതേതരത്വത്തിന്റെ കുംഭഗോപുരങ്ങളെ തകർത്തുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ അഗാധതകളിലേക്ക് രാജ്യത്തെ തള്ളിവിടാനുള്ള കുടില പദ്ധതികളാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിലൂടെ കാവ്യഭീകരർ പ്രയോഗിച്ചു നോക്കിയത്. ഇന്ത്യയെ ശിഥിലീകരിക്കുന്ന സാമ്രാജ്യത്വ അജണ്ടയുടെ വിധ്വംസകമായ പ്രയോഗവഴികളിലാണ് ചരിത്രപ്രസിദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതെന്ന് വർത്തമാന ഭീകരതയുടെ അടിവേരുകൾ തേടുന്ന എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ബാബരി മസ്ജിദിനു പിറകെ കാശിയിലെ ഗ്യാൻവാപി മസ്ജിദും മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദുമെല്ലാം വിവാദപരമാക്കി തകർക്കാനുള്ള നീക്കങ്ങളാണ് സംഘ്പരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ സംഭലില് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രം തകർത്ത് സ്ഥാപിച്ചതാണെന്ന വാദവുമായിട്ടാണ് കാവിപ്പടയും യുപി സർക്കാരും കടന്നാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സംരക്ഷിത സ്മാരകമായ മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നുവെന്ന സംഘ്പരിവാറുകാരുടെ ഹർജി പരിഗണിച്ച് സംഭലിലെ സിവിൽ കോടതിയാണ് അവിടെ സർവേക്ക് ഉത്തരവിട്ടത്. വിചിത്രമായ കാര്യം, കോടതി ഈ കാര്യത്തിൽ കാണിച്ച അത്ഭുതപ്പെടുത്തുന്ന തിടുക്കമാണ്. ചൊവ്വാഴ്ച ഫയൽ ചെയ്ത ഹർജി കോടതി അന്നുതന്നെ പരിഗണിച്ച് അഭിഭാഷകന് രമേശ് രാഘവനെ അഡ്വക്കറ്റ് കമ്മീഷനായി നിയമിച്ചു. 29 റിപ്പോർട്ട് നൽകാനും നിരസിച്ചു. അതുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സർവേ ആരംഭിക്കുകയും ചെയ്തു. നവംബർ 24 ഞായറാഴ്ച വന പോലീസ് സന്നാഹത്തോടെ സർവേ നടത്താനെത്തിയപ്പോഴായിരുന്നു പ്രദേശത്തെ ന്യൂനപക്ഷ മതവിശ്വാസികളുടെ പ്രതിഷേധം ഉയർന്നത്. പോലീസ് പള്ളിക്കകത്തേക്ക് കയറുന്നത് വിശ്വാസികളെ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടാകുന്നത്. സർവേ സംഘത്തോടൊപ്പം അവിടെയെത്തിയ കാവിപ്പടയാണ് വിശ്വാസികളെ തടയാനും സംഘർഷമുണ്ടാക്കാനും ശ്രമിച്ചത്. പ്രതിഷേധം അവഗണിച്ച് സർവേ നടത്തുന്നത് തടയാന് ശ്രമിച്ച വിശ്വാസികൾക്ക് നേരെ പോലീസ് വെടിവെക്കുകയായിരുന്നു. അതിലാണ് 5 പേര് കൊല്ലപ്പെടുന്നത്. സംഭല നൽകുന്ന സൂചന രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങള് ഭരണകൂടത്തിന്റെയും ആൾക്കൂട്ട ഭീകരതയുടെയും കടന്നാക്രമണങ്ങളിൽ സുരക്ഷിതമായിരിക്കില്ല എന്നാണ്. 1958 നിയമപ്രകാരം പുരാതന സ്മാരകമായി സംരക്ഷിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ്. എന്നാൽ RSSുകാരുടെ വാദം കൽക്കി പ്രതിഷ്ഠയുള്ള ശ്രീ ഹരിഹര ക്ഷേത്രം തകർത്ത് മുഗള ചക്രവർത്തി ബാബർ AD 1527 മുതൽ 28 വരെ കാലത്ത് നിർമ്മിച്ചതാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നാണ്. ചരിത്രത്തിന്റെ ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉന്നയിച്ച് കോടതിയെപ്പോലും കൂട്ടുപിടിച്ച് രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ തകർക്കുകയെന്ന സംഘ്പരിവാറിന്റെ കുടിലബുദ്ധിയാണ് ഷാഹി ജുമാ മസ്ജിദ് തർക്കം. ബാബരി മസ്ജിദ് എന്ന പോലെ രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയെല്ലാം തർക്കപ്രശ്നമാക്കാനും തകർക്കാനുമുള്ള ആസൂത്രിത നീക്കമാണിത്.